റെഡ് ഹൾക്കിന്റെ അവസാനം ഒരു ഫൈറ്റ് ഉണ്ട്, അത് രസമാണ്. റെഡ് ഹൾക്ക് ഒരു രക്ഷയില്ല വിഷയം. ഇത് കാണേണ്ട ആവശ്യമില്ല. OTT തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല. 3D ഇല്ല. വെൽക്കം ബാക്ക്. അപ്പോൾ മാർവൽ ഫാൻസ് കാത്തിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്, ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജിയേഴ്സ് സീരീസിന് ശേഷം എത്തുന്ന ഫാൽക്കന്റെ സിനിമയാണ്. റെഡ് ഹൾക്കും എത്തുന്നുണ്ട്. അപ്പോൾ പടം കണ്ടിറങ്ങിയ ഓഡിയൻസിലൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. മാർവലിന്റെ കംബാക്ക് ആയിരിക്കും ഈ പടം എന്നൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ നേരെ റിവ്യൂ വലിയ കുഴപ്പമില്ല, ഒരു 6.5 ഒക്കെ കൊടുക്കാം. കാരണം നമ്മുടെ വിന്റർ സോൾജർ മോഡൽ പിടിച്ച ഒരു പടമാണ് ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇത് തോന്നുന്നില്ല. വിന്റർ സോൾജറിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടെ ഗ്രിപ്പിംഗ് ഉണ്ട്, നല്ലൊരു ആക്ഷൻ. ഇതിലും ആക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഗ്രിപ്പിംഗ് ഇത്തിരി കുറവാണ്. പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. റെഡ് ഹൾക്കിന്റെ അവസാനം ഒരു ഫൈറ്റ് ഉണ്ട്, അത് രസമാണ്. അതെന്ന് വെച്ചാൽ നല്ല രസം, അത് കാണാം. നമ്മൾ ട്രെയിലർ കണ്ടതുപോലെ തന്നെ കണ്ടതിനെക്കാട്ടി കൂടുതൽ നല്ല രസമുണ്ട് കാണാൻ. ഫാൽക്കൺ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ആയപ്പോ എങ്ങനെയുണ്ട്? ക്യാപ്റ്റൻ അമേരിക്ക ഫാൽക്കൺ ആയപ്പോ എന്ന് വെച്ചാല് പുള്ളി അതിലോട്ട് ആ ഒരു ക്യാരക്ടറിലോട്ട് ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. ബട്ട് നമുക്കത് ഇതൊരു സ്റ്റാർട്ടിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുതിയ വില്ലൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വില്ലൻ നമ്മൾ പണ്ട് കണ്ട വില്ലൻ അല്ല, അയാൾ കുറച്ചും കൂടെ മാറി വന്നൊരു വില്ലനാണ്. സ്റ്റോറി ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ടാണ് തുടങ്ങുന്നത്, അത് ബാക്കി ഫോളോ ചെയ്തിട്ടുള്ളതൊക്കെ മനസ്സിലാവും. ഫോളോ ചെയ്തിട്ടുള്ളതാണ്. മറ്റേ ഒരു പണ്ടത്തെ മാർവലിൽ ഒരു സെലസ്റ്റിയൽ ഇന്ത്യൻ ഓഷനിൽ ക്രാഷ് ചെയ്തത് വന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത്. എങ്ങനെയാണ് മാർവൽ ഫാൻ സാറ്റിസ്ഫൈ ആവോ? എല്ലാവരും സാറ്റിസ്ഫൈ ആവത്തില്ല. എല്ലാവരും ആവത്തില്ല, ചിലവരാവും. കാരണം പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് വന്നതുകൊണ്ട് ചിലവരാവും, പക്ഷെ എല്ലാവരും ആവത്തില്ല. കൊള്ളായിരുന്നു. കാരണം ഗ്രൗണ്ടഡ് മൂവിയാണ്. ഈ മൾട്ടിവേഴ്സ് അതിൻ്റെ ഇടയ്ക്കുള്ളതിൽ കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ട് മാർവൽ സ്റ്റുഡിയോസ് തുടങ്ങിയ സമയത്ത് എങ്ങനെയാണോ ആ സമയത്തുള്ള രീതിക്കുള്ള ഒരു വെരി വെൽ ഗ്രൗണ്ടഡ് മൂവിയായിരുന്നു. കൊള്ളായിരുന്നു. ഈ മൾട്ടിവേഴ്സ് എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ എക്സ്പെക്ടേഷൻ കുറച്ച് ലോവർ ചെയ്തിട്ട് പോകണം. ഞാൻ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നില്ല. ടോട്ടലി ഒരു MCUവിന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മൾട്ടിവേഴ്സിന്റെ രീതി വെച്ചാണെങ്കിൽ അത്രയ്ക്കില്ല. അത് ഇനി വരുന്ന സിനിമകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് നല്ല രീതിക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. വേറെ മൾട്ടിവേഴ്സ് കാര്യങ്ങൾ സ്ലോ പേസ് ആണോ പിടിച്ചേക്കുന്നത്? ഒരു ചെറിയ രീതിക്ക് ഇത്തിരി സ്ലോ പേസ്ഡ് ആണെന്ന് പറയാം. കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഈ ക്യാരക്ടേഴ്സിന് പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലത്തെ കുറച്ച് ഗ്രൗണ്ടഡ് സിനിമകൾ എന്തായാലും ആവശ്യമാണല്ലോ. സർപ്രൈസ് ക്യാമിയോസോ അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഒരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അത് അധികം സമയമില്ല. അത് ഒരു ഫേവറേറ്റ് ക്യാരക്ടർ തന്നെയാണ്. അധികം നേരം ഇല്ല, ഒരു ഇച്ചിരി വളരെ ഒരു ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. മിനിറ്റ്സ് എന്ന് പറയാമല്ലോ, 1-2 മിനിറ്റ് അത്രേ കാണുള്ളൂ. പുതിയ സ്റ്റോറിയിലേക്കുള്ള ലീഡ് അടുത്താണ് നിർത്തിയേക്കുന്നതൊക്കെ. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. ഭയങ്കരപ്പെട്ട പോസ്റ്റ് ക്രെഡിറ്റ് സീനില്ല, ജസ്റ്റ് ഒരു ഡയലോഗിൽ മാത്രം നിർത്തിയിരിക്കുന്നു. വേറെയും വേൾഡ്സ് ഉണ്ടെന്നുള്ള രീതിക്കുള്ള ഒരു ഇതിൽ നിർത്തിയിരിക്കുന്നു. MCUവിന്റെ ഒരു കംബാക്ക് ആയിരിക്കും. കംബാക്ക് ഞാൻ കുറച്ചുകൂടി തണ്ടർബോൾസിനാണ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കാളും. കാരണം കുറച്ചുകൂടി അത് ബെറ്റർ ആയിരിക്കും. കുറേ ഹീറോസും കൂടുതലുള്ളത് അതാണ്. പുതിയ സെൻട്രി ക്യാരക്ടർ എൻ്റർ ആവുന്നത് അതിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും തോന്നുന്നത്. എന്തായാലും കൊള്ളാം. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല. വേറെ നമ്മൾ പ്രതീക്ഷ ഒരു ഇതില്ല, എങ്കിലും കൊള്ളാം. പുതിയൊരു ബിഗിനിങ്. സ്ഥിരം ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണോ? എങ്ങനെ അത് പ്രതീക്ഷ പോയത് കൊണ്ട് വലുതായിട്ട് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ കൊള്ളാം, നല്ലൊരു പുതിയൊരു ഇതിന് വേണ്ടിയിട്ട്. ഫാൽക്കൺ സീരീസ് ഫോളോ ചെയ്യാത്തവർക്ക് മനസ്സിലാവും. കണ്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആവും നമുക്ക്. അതായിരിക്കും നല്ലത്. ടോട്ടലി എങ്ങനെ ആക്ഷൻ ഓറിയന്റഡ് ആണോ? ഫുള്ള് ആക്ഷന് നമ്മൾ വിചാരിച്ചത്ര ഒന്നും വന്നിട്ടില്ല. കൂടുതൽ ടോക്ക് തന്നെയാണ്, സംസാരമാണ് കൂടുതലുള്ളത്. ഒരു 2-3 ഫൈറ്റ് സീൻസ് ഒക്കെ ഉള്ളു. സ്ഥിരം ഒരു മാർവലിന്റെ പോലത്തെ ഒരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനത്തെ ഒരു ഹൈപ്പുള്ള മേക്കിംഗ് അങ്ങനെ വന്നില്ല. അങ്ങനെ പറയാനായിട്ടുള്ളതൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മളൊരു ക്യാപ്റ്റനെ പ്രതീക്ഷ പോകണ്ട, ഫാൽക്കൺ എന്നുള്ള ആ ഒരു മൈൻഡുള്ളൂ. ക്യാപ്റ്റനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് കണ്ട് ആ ഒരു മൈൻഡിൽ പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. റെഡ് ഹൾക്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റെഡ് ഹൾക്ക് ഒരു രക്ഷയില്ല വിഷയം. നമ്മള് പഴയ ഹൾക്കിനെ ഒന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. വന്നാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നി, വരുമെന്ന് പ്രതീക്ഷ. നമ്മൾ ഈ മൂവിക്ക് വന്നത് തന്നെ ഹൾക്കിനെ കാണാനാണ്. നമ്മള് രണ്ടുപേരും ഹൾക്ക് ഫാനാണ്. അത് പ്രതീക്ഷയാണ് നമ്മൾ വന്നത്. ഹൾക്ക് വന്നാൽ കൊള്ളായിരുന്നു ഒരു മൊമെന്റ് നമുക്ക് തോന്നി. പക്ഷെ വരൂല, നമുക്ക് അറിയാം. സാറ്റിസ്ഫൈഡ് ആവോ? ഓക്കെ, കുഴപ്പമില്ല ബ്രോ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഫാൽക്കൺ ഒരു ഷീൽഡ് കൊടുത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ സിറൊന്നുമില്ല, സാധാ ഒരു സോൾജറും ഇല്ല. അപ്പം സിനിമ കൊള്ളാം. റെഡ് ഹൾക്കിന്റെ സീക്വൻസ് ഒക്കെ നൈസ് ആയിരുന്നു, കണ്ടോണ്ടിരിക്കും. ആരെ കുഴപ്പമൊന്നുമില്ല. യൂഷ്വൽ ഒരു മാർവൽ മൂവിയുടെ ഹൈപ്പും ഇതൊന്നും ഇല്ല. ഇല്ല, ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. കാരണം ഇതിന് മുമ്പത്തെ ഇറങ്ങിയ മൂവീസ് ഒന്നും എല്ലാവരും ഓടിയില്ലല്ലോ. അപ്പം കുഴപ്പം, അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. റെഡ് ഹൾക്കിന്റെ സീക്വൻസ് നൈസ് ആയിരുന്നു. ആ ഒരു ഫൈറ്റും കാര്യം കുറെ നാൾ കഴിഞ്ഞൊരു റെഡ് ഹൾക്ക് നമ്മൾ ഹൾക്കിനെ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. മുമ്പത്തെ ഹൾക്കൊക്കെ ഒരു പച്ച കളർ വരെ അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഈ ഹൾക്ക് സീക്വൻസ് നൈസ് ആയിരുന്നു. ക്യാമിയോസോ എക്സൈറ്റിംഗ് ക്യാമിയോ ഒരാളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയപ്പോൾ ഞാൻ പറയണില്ല. പക്ഷെ ആ ഒരു ക്യാമിയോ വന്നപ്പോൾ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാമിന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും
കൊള്ളാം കണ്ടോണ്ടി ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു കുമ്പ് കിട്ടിയില്ല ഇല്ലല്ലോ ഉറപ്പായിട്ടും ഇല്ല. ക്യാപ്റ്റൻ നമ്മളെ സ്റ്റീവ് റോജേഴ്സിന്റെ ആ ഒരു പേര് തന്നെ, ആ ഒരു പേര് പറയുമ്പോഴും വിളിയുണ്ടായിരുന്നു. പുള്ളിക്കാരനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്തായാലും. ഇനി മാർവൽ ഫാൻസിനൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ മസ്റ്റ് വാച്ച് ആയിരിക്കും? മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റൂല, എന്നാലും കുഴപ്പമില്ല. പൈസ കൊടുത്തതൊന്നുമില്ല, കണ്ടോണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേര് ക്യാപ്റ്റൻ, ഈ ഒരു സംഭവം ക്യാപ്റ്റൻ അമേരിക്ക കൊണ്ടുവരാൻ ആവശ്യമില്ല. ഫാൽക്കൺ എന്ന് മതിയായിരുന്നു, ആ ക്യാരക്ടറിന് ഇതുണ്ടായിരുന്നു. വെറുതെ ആ പേരിനൊരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി കൊന്നല്ല. പക്ഷെ കൊള്ളാം, സിനിമ കൊള്ളാം. പിന്നെ അക്കോർഡിംഗ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എത്തിയിട്ടില്ല. ലൈക്ക് മാർവൽ ഫാൻ എന്ന നിലയിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ പടം ഹൈപ്പിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എത്തിയിട്ടില്ല. പടം കൊള്ളാം. ടിപ്പിക്കൽ മാർവൽ ഫാനിനെതിരുള്ള ആൾക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കണ്ടിട്ട് പോകാൻ വലിയ ഫൈറ്റ് സീൻ അങ്ങനെ ഉദ്ദേശമാണ് വരണമെന്ന് വെച്ചാൽ വരണമെന്നില്ല. പിന്നെ ആക്ഷൻ പാക്ഡ് ഒന്നും അല്ല, സ്ലോ ആക്ഷൻ പാക്ക് ചെയ്യേണ്ട സമയത്ത് അവർ മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ, ഇപ്പം ഒരു പുതിയ സൂപ്പർ ഹീറോയിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ പടം അതനുസരിച്ച് ചില ലായിങ്ങുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് പോലെ ഒരു ലായിങ് ആണുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുതിയ അടുത്ത എന്തായാലും ഈ വർഷം തണ്ടർ ബോൾട്സ് ഇറങ്ങി, അതിൻ്റെ ചെറിയൊരു സീക്വലൊക്കെ കാണിക്കുന്നുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല, അത് കണ്ട് തന്നെ അറിയുക. അപ്പോഴേ അടുത്ത ലീഡുള്ള നമുക്ക് പറയാൻ പറ്റും. ഫാൽക്കന്റെ ബേസ് സ്റ്റോറി തന്നെയാണ് കഥ. ഫാൽക്കൺ അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് കാരണം കണ്ടറിഞ്ഞാലേ അവർക്ക് മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ചെയ്ത ആൾക്കാരെ ഇത് പോകും. പക്ഷേ കൊള്ളാം, എല്ലാം ഉണ്ട്, എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. 3D തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം തിയേറ്റർ നല്ല ബെസ്റ്റ് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്താലേ അത് അല്ലെങ്കിൽ മിസ് ഔട്ട് ആവും. റീസെന്റ് മാർവൽ സിനിമകളിൽ നിന്ന് എങ്ങനെയാണ് മസ്റ്റ് വാച്ച് ആയിട്ടാണ് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു എന്തായാലും മാർവൽ ഫാൻസ് എന്നതിലേക്ക് മസ്റ്റ് വാച്ച് തന്നെയാണ്. കാരണം മാർവൽ പോലത്തെ പടങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ പടങ്ങളും വേറെ ഫ്യൂച്ചർ പടങ്ങളിലുള്ള ലീഡുകളാണ്. ഓരോന്ന് കണ്ടിരുന്ന അതനുസരിച്ച് നമ്മൾക്ക് ആ ഒരു മൈൻഡിലൂടെ പോകാൻ പറ്റും. കണ്ടിരിക്കേണ്ട പടം തന്നെ, എല്ലാവരും മാക്സിമം കണ്ടിരിക്കേണ്ട പടം തന്നെ. ഓക്കെ, വൺ ടൈം വാച്ച്. ബാക്കി 3 ക്യാപ്റ്റൻ അമേരിക്ക വെച്ച് നോക്കുമ്പോൾ ഇതൊരു എബവ് ആവറേജ് ഫീറ്റാണ്. ആക്ഷനും അതൊക്കെ വലിയ തോന്നിയിട്ടില്ല. 3D മറ്റേതില്ലായിരുന്നു. സ്റ്റോറി വീക്കായിരുന്നു. പുതിയ ക്യാരക്ടറൊക്കെ വന്നുള്ള റെഡ് ഹെഡ് ഒക്കെ എങ്ങനെയാണ്? അത് ആകെ ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. അതിന് മറ്റേ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, ആ ഒരു ഫാൽക്കൺ സീരീസ് കാണാത്തവർക്ക് കണക്ട് ആവും. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഫാൽക്കൺ സീരീസ് കാണണം, എന്നാലേ കുറച്ച് ഐഡിയ കിട്ടുള്ളൂ, അല്ലാതെ ശരിയാവില്ല. ഫുൾ ആക്ഷൻ ഓറിയന്റഡ് ആണ്. അത്രയുണ്ട്, കുറച്ചേ ഉള്ളൂ. ഓക്കെ, ആകെ ഒരു 5-10 മിനിറ്റിന്റെ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ അതൊരു മിഡ് ഫീലാണ്, വലിയ ഇതൊന്നുമില്ല. അങ്ങനെ നോർമൽ ഒരു മാർവൽ സിനിമയുടെ ഒരു ഹൈപ്പ് കിട്ടിയില്ലെന്നാണോ? സ്റ്റോറി ഇപ്പം വന്നൊന്ന് വീക്കാണ്, അങ്ങനത്തെ ഇതൊക്കെ. ഈ ഒരു ക്യാരക്ടർ എങ്ങനെയുണ്ട്? ഫാൽക്കൺ അതും ഒരു വലിയ സ്റ്റോറി കറക്റ്റ് ഇതാവണില്ല. എന്നുവെച്ചാൽ കൊണ്ടുവന്ന രീതിയും അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ അത്ര പവർഫുൾ ആയിട്ടല്ല. അല്ല, വേറെ ക്യാരക്ടേഴ്സ് ക്യാമിയോസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്യാമിയോ ഉണ്ട്, അത് വലിയ ഇതല്ല. ഇല്ല. എന്താ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്തെങ്കിലുമൊക്കെ ഹൈപ്പ് ഉള്ളതോ? ഒന്നുമില്ല. ടോട്ടലി മാർവൽ ഫാൻസിന് എങ്ങനെ ആയിരിക്കും അടുത്ത പടത്തിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോ? പുതിയ സ്റ്റോറി ലൈനോ? ഒന്നുമില്ല. ഇത് കാണേണ്ട ആവശ്യമില്ല. OTT തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല. 3D ഇല്ല.